പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക, മോഡൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം വിശദമായി വിശദീകരിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുക, നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. സാധാരണ വരുന്ന പോലെ യോജിപ്പിക്കാം എന്ന ചോദ്യമാണ്. 6 ചോദ്യങ്ങളുണ്ട്, ഉത്തരം ബ്രാക്കറ്റിലുണ്ട്. ഓരോ ചോദ്യത്തിന് നേരവും നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ഒന്നാമത്തത് എല്ലാം എളുപ്പമുള്ള ചോദ്യമാണ്. ഈമാനിൻ്റെ ഭാഗമാണ് ഏതാണ്? വൃത്തിയാണ് യോജിച്ചത്. അപ്പോൾ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, മറക്കരുത്. 2, അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ. വീടെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. വീടില്ലാത്തവർക്ക് അതില്ലാത്തതിൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു നല്ല വീട് കൊടുക്കട്ടെ. കാരണം അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് വീട് എന്നുള്ളത്. മൂന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം. ശ്രദ്ധിക്കണം, പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാണ്? ഇടതുകാലും. വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കേണ്ടത് വലതുകാലുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇറങ്ങുമ്പോൾ ഇടത്, ഇറങ്ങുക ഇടത്, അങ്ങനെ ഓർത്താൽ മതി. പിന്നെ കയറുമ്പോൾ ഏതാണ്? വലതുകാലും. ഇനി 5ാമത്തത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ. അതെന്താണ്? പ്രകൃതി സംരക്ഷണമാണ്, അതാണ് യോജിച്ചത്. അപ്പം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അത് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന സ്നേഹമാണ്, അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇനി 6ാമത്തത് മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കും. എന്താണ്? പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് നമ്മൾ അലസമായി വലിച്ചെറിയരുത്, അതിനെ സൂക്ഷിച്ചു വെക്കുക. അതിനെ എടുത്ത് കൊണ്ടുപോകേണ്ട ആളുകൾ വന്നുപോയി കൊണ്ടുപോകും. ഇനി 2ാമത്തത് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കണം, അതുപോലെ തന്നെ നഖം മുറിക്കണം, കുളിക്കണം. അപ്പോൾ ഈ ശീലങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളുകളായി ഇരിക്കണം. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കുന്ന ശീലവും, ആഴ്ചയിലെങ്കിലും നഖം വെട്ടുന്ന ശീലവും, അതുപോലെ തന്നെ എല്ലാ ദിവസവും കുളിക്കുന്ന ശീലമൊക്കെ ഉള്ള ആളുകളായി നമ്മൾ മാറണം. ഇനി 2ാമത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികളും വീട്ടിൽ പാലിക്കേണ്ട അതുപോലും തമ്മിൽ വേർതിരിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാണ്ടായി പോകരുത്. അതുകൊണ്ട് ഇതിലുള്ള വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൽ 1ാമത്തത് വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക. ഉണ്ട് എന്ന് കരുതി വേസ്റ്റാക്കുന്ന ശീലം ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ പുഴയിൽ നിന്നാണെങ്കിലും വേസ്റ്റാക്കരുത് എന്നല്ലേ നമ്മൾ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ എത്ര ഉണ്ടെങ്കിലും പാഴാക്കരുത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർക്ക് ആവശ്യമുണ്ടാകും. മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി പ്രകൃതിയുടെ ആണികളായി അള്ളാഹു പടച്ച മലകൾ, അതിനെ ഇടിച്ച് നിരത്താതിരിക്കുക. പിന്നെ സഹജീവികളെ സംരക്ഷിക്കുക. പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ള ജീവികൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തെറ്റാതെ പ്രകൃതിയായി നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ജീവിയും നമ്മുടെ പ്രകൃതിക്ക് അനിവാര്യമാണ്. പ്രകൃതിയുടെ സുഗമമായ രീതിക്ക് അത് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ ഒരുപാട് മരങ്ങൾ വെട്ടിമാറ്റുന്നുണ്ട് വീട് പണിക്കും മറ്റുമൊക്കെ ആയിട്ട്. പകരം ആളുകൾ വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ നല്ല ഓക്സിജൻ കിട്ടുകയില്ല. അപ്പം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ജലം മലിനമാക്കാതിരിക്കുക. ജലം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മലിനമാക്കരുത്. ഇപ്പോൾ ഒരുപാട് രാസവസ്തുക്കളും കീടനാശികളൊക്കെ പലതിനും പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, കോള കമ്പനികളും മറ്റുള്ള കമ്പനികളൊക്കെ. അതൊക്കെ ജലമലിനീകരണത്തിന് കാരണമാവും. അത്തരത്തിലുള്ള പ്രവൃത്തിയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ട വഴികളാണ്. ഇനി നമുക്ക് വീട്ടിൽ പാലിക്കേണ്ട അതവുകൾ. നമുക്കൊക്കെ വീടുള്ള ആളുകളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട അതവുകൾ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിൽ ദുർവ്യയം ഒഴിവാക്കുക.
അപ്പോൾ ഇതൊക്കെ നമ്മൾ വീടുകളിൽ പാലിക്കേണ്ട മര്യാദയാണ്. ശൗചാലയം, അടുക്കള, വീടിൻ്റെ ചുമര്, മുറ്റം തുടങ്ങിയ വൃത്തിയായി സൂക്ഷിക്കണം. എപ്പോൾ കയറി ചേരുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് അവിടെ ഉണ്ടായിരിക്കണം, നല്ല വൃത്തി ഉണ്ടായിരിക്കണം. കൊതുക് വീട്ടിന് പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കയറാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. അപ്പം വീട്ടിലേക്ക് കൊതുക് കയറാതിരിക്കുന്നതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ പറമ്പുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം രോഗങ്ങളൊക്കെ കൊതുകുകൾ പരത്തുന്നതാണെന്ന് നമുക്കറിയാം. വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ സ്ഥലം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തന്നെ മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ പുസ്തകം ചില ആൾക്കാർ വേഗം ഇങ്ങനെ കറക്കിയിട്ടൊരു ഏറാണ്. പിന്നെ അത് എവിടെ വന്ന് വീഴുക എന്ന് ആർക്കും അറിയില്ല. അത് തന്നെ മുറ്റത്തതായിരിക്കും നമ്മൾ കറക്കുക. അങ്ങനെ അത് എവിടെ പോയി വീഴും, അങ്ങനെ അത് അവിടെ കിടക്കും. ചിലപ്പോൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടും. രാവിലെ മദ്രസയിലേക്ക് വരാൻ നേരത്താണ്, അമ്മ എൻ്റെ ബുക്ക് എവിടെ, എൻ്റെ തൊപ്പി എവിടെ, എൻ്റെ അതെവിടെ, എൻ്റെ പേന എവിടെ, പെൻസിൽ എവിടെ. അപ്പോൾ അതൊക്കെ എന്താണ്, വീട്ടിൽ ചിട്ടയില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ആവരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. എല്ലാറ്റിലും നല്ല ഒതുക്കമുണ്ടായിരിക്കണം. ഇനി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം എന്ന പ്രധാന ചോദ്യങ്ങളാണ്. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. നന്ദി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലയോ, താങ്ക്സോ അല്ലെങ്കിൽ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം. അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൃദയം, കൽബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും നമ്മൾ ശുദ്ധമാക്കേണ്ടതുണ്ട്. അത് നമുക്ക് താഴെയുള്ളത് വായിക്കാം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിൻ്റെ കാരണമാണ്. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. നമ്മൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, അതാണ് നന്മകൾ മാത്രമായിരിക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. അടുത്തത് കിബിർ, അഹങ്കാരം, അസദ്, മറ്റുള്ളവരുടെ അസൂയ, അതുപോലെ തന്നെ റിയാ, ലോകമാന്യം, പിന്നെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക തുടങ്ങിയവ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. ഇതൊക്കെ കൽബിനെ ശുദ്ധമാക്കുന്നതിൻ്റെ കാരണങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തത്, വീട്ടിൽ ദുർവ്യയം ഒഴിവാക്കണം. ഏതിലെല്ലാം? വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക. അവൻ വീട്ടിൽ വെള്ളമുണ്ട് എന്ന് കരുതി വേസ്റ്റാക്കരുത്. ഭക്ഷണം ആളുകൾക്ക് ആവശ്യമായത് മാത്രം പാകം ചെയ്യുക. ഒരുപാട് ഉണ്ടാക്കിയിട്ട് അവസാനം അതിങ്ങനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. വേസ്റ്റായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഇതിനു വേണ്ടി ഖേദിക്കുന്ന ആളുകൾ, യാചിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവരൊക്കെ എത്ര ആളുകളുണ്ട്. ഇപ്പം ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വൈദ്യുതി, ഫാനൊക്കെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് പോവുക. അതുപോലെ തന്നെ ലൈറ്റൊക്കെ പകലൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ലൈറ്റ് ഇട്ട് പോവുക. അങ്ങനെ ശീലങ്ങളൊന്നും നമുക്കുണ്ടാവരുത്. അതൊക്കെ നമ്മൾ നല്ല കുട്ടികളാണ് എന്നുള്ളതിനേക്ക് എതിരായി വരുന്ന കാര്യങ്ങളാണ്. തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കണം. ധൂർത്ത് ഒഴിവാക്കണം. പാഴാക്കി കളയുന്നത് ഒഴിവാക്കണം. മൂന്നാമത്തത്, സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു? എന്താണ് സഅദ് റളിയല്ലാഹു അൻഹുവിൽ കണ്ട ദുർവ്യയം എന്തായിരുന്നു? പാഴാക്കിയത്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. പുഴയിൽ നിന്നാണ്. എന്നിട്ട് പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. നാലാമത്തത്, പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും. എങ്ങനെ? അന്തരീക്ഷത്തെ പ്ലാസ്റ്റിക് എങ്ങനെയാണ് മലിനമാക്കുന്നത്, കേടാക്കുന്നത്? പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ ഒരു വിഷപ്പുക വരാനുണ്ട്. അത് അന്തരീക്ഷത്തെ, നല്ല ശുദ്ധവായുവിനെ തകർത്ത് കളയും. അങ്ങനെ വിഷപ്പുക അന്തരീക്ഷത്തിൽ നിറയും. അപ്പോൾ ശ്വസിക്കുന്ന നമുക്കൊക്കെ രോഗം വരും, നമ്മൾ വേഗം മരിക്കും. ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കരുത്. നമ്മുടെ പരിസരത്തൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുക കത്തിക്കാൻ പാടില്ല, ഇങ്ങനെ വിഷപ്പുക ഉണ്ടാവും എന്ന്
പറയുക. അതങ്ങനെ എടുത്ത് മാറ്റി വെക്കുക, അതിൻ്റെ ആളുകൾ വന്ന് കൊണ്ടുപോയിക്കോളും. ഇനി അടുത്തത് പൂരിപ്പിക്കാമെന്ന ചോദ്യമാണ്. അതിൽ ഒന്നാമത്തത്, മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം ഏതാണ്? നമ്മൾ മരിച്ചാലും ഖബറിലേക്ക് ഇങ്ങനെ കൂലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ ഇല്ല, പക്ഷേ എന്നിട്ടും കൂലി വരുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ മതി. ആ മരങ്ങളിൽ ആരെങ്കിലും തണൽ കൊണ്ടാലോ അതിൽ കായ്കനികളുണ്ടായി ആരെങ്കിലും ഇന്ന് കഴിച്ചാലോ ഒക്കെ നമുക്ക് കൂലി കിട്ടും. പിന്നെ മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ആയത്തിൻ്റെ ഒരു ആശയമാണ്, പൂരിപ്പിക്കാൻ വന്നതാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ അറിയണമെങ്കിൽ പാഠം നന്നായി വായിക്കണം. മൂന്നാമത്തത്, കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ഇനി അടുത്തത് അഞ്ചാമത്തത്, അർത്ഥം എഴുതാമെന്നുള്ള ചോദ്യമാണ്. നലാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി. നല്ലിഫു അഫ്നിയത്തക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്നാണ്. ഇനി ആറാമത്തെ ലാസ്റ്റ് പൂരിപ്പിക്കാം. ലഹറൽ ഫസാദു ബിമാ കസബത്ത് ഐദിനാസ്. എന്താണ് അവിടെ വിട്ടുപോയത്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിനാസ്. കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. അതെന്തുകൊണ്ട്? മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവർത്തന ഫലമായി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലായി. ഇനിയും നമുക്ക് നല്ല മോഡൽ ചോദ്യപേപ്പർ ചെയ്യണം. സപ്പോർട്ടായ നിങ്ങളെ സബ്സ്ക്രൈബ് ആവശ്യമാണ്. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.